നമ്മൾ വീബിൽഡിനെ ചൂസ് ചെയ്തത് ഒരു കാരണം. ഇപ്പോൾ നമ്മൾ വീട് ഉണ്ടാക്കണം എന്ന് ഡിസൈഡ് ചെയ്തപ്പം നമുക്കൊരു മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനത്തെ വീടാണ് എന്നുള്ളത്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് ഫസ്റ്റ് ഒരാളെ കാണിച്ചു, മനോഹരമായ ഒരാളെ കാണിച്ചു, അവരൊരു ഡിസൈൻ തന്നു. അപ്പോൾ അത് നമുക്ക് രണ്ടാക്കും നമ്മളെ മനസ്സിൽ നമ്മളെങ്ങനെ കാണുമെന്ന് ആഗ്രഹിച്ചതോ അതില്ല. അങ്ങനെയാണ് വീബിൾഡിനെ കോണ്ടാക്ട് ചെയ്തത്. ഓപ്ഷൻ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനെയല്ല ഇതിന് പകരം വേറൊരു ഓപ്ഷൻ ചെയ്യായിരുന്നു എന്ന് കുറെ ആൾക്കാർ പറയുമല്ലോ സാധാരണ സ്വാമികളൊക്കെ വന്നാലോ. പക്ഷെ ഞങ്ങള് അങ്ങനെ കേട്ടിട്ടില്ല. ഇനി അവർക്ക് വേറെ അഭിപ്രായം ഇല്ല. വെച്ചാൽ എല്ലാം അടിപൊളിയാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈഡ് എന്ന് പറഞ്ഞാല് എനിക്ക് നമ്മളെ മാസ്റ്റർ ബെഡ്റൂം. നമുക്ക് അതിനൊരു ആദ്യം ഒരു ചാലഞ്ച് ഉണ്ടായിരുന്നു. ഞാൻ പണ്ടേ നമ്മളെ മനസ്സിലൊന്നുണ്ടായിരുന്നു ആ സ്റ്റൈലിൽ വേണം എന്നുള്ളത്. അതില് ഞാൻ ആദ്യം പറഞ്ഞതാണ്, അതിൽ ഞാൻ കോംപ്രമൈസ് ചെയ്യില്ല. നിങ്ങൾ വേറെ ഏത് റൂമിലും എന്ത് ഡിസൈൻ വേണം ചെയ്തോളി, മാസ്റ്റർ ബെഡ്റൂം നമുക്കൊരു ആന്റിക് ഫിനിഷിൽ തന്നെ വേണമെന്നുള്ളത്. അപ്പൊ ആ നമ്മളെ ഡിസൈൻസിൽ നോക്കിയാൽ അത് മാത്രമാണ് നമ്മൾ ഇതുവരെ ചേഞ്ച് ചെയ്യാത്ത ഒരു ഡിസൈൻ മാസ്റ്റർ ബെഡ്റൂം മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ അത് പിന്നെ നമുക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുന്നത്. ഇപ്പൊ ഞാൻ എൻ്റെ ഇതെടുത്ത് വെച്ചാൽ ഞാൻ ദുബായിലായിരുന്നു. പക്ഷേ നമ്മളെ കൺസ്ട്രക്ഷൻസിൻ്റെ എല്ലാം എവറി ഡേ അതിൻ്റെ അപ്ഡേറ്റ്സ് കിട്ടാറുണ്ട്, അതിൻ്റെ ഡെയിലി ഷെഡ്യൂൾ കിട്ടാറുണ്ട്. പിന്നെ CCTV ക്യാമറാസ് വെച്ചിരുന്നു, എനിക്ക് ഡെയിലി കാണാൻ പറ്റും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അപ്ഡേറ്റ്സ് ഉണ്ടാവും. സോ അതിനെ പറ്റിയിട്ട് ഞാൻ വറി ചെയ്തിട്ടേ ഇല്ല. എന്താ നടക്കണമെന്നുള്ള അപ്ഡേറ്റ്സ് എനിക്ക് അറിയാൻ പറ്റും. അപ്പോൾ എനിക്ക് അതിൻ്റെ ടെൻഷൻ ഇല്ലായിരുന്നു. ഫുള്ളി മാനേജ്ഡ് ആണ്. സോ വി ആർ ഹാപ്പി. സോ അതേഴ്സ് ഓൾസോ വിൽ ബി ഹാപ്പി.